എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വിശക്കുന്ന വയറിനൊരു പുതുച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഏകദേശം 3 ലക്ഷത്തിലധികം പുതുച്ചോറുകൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഇതിനകം കൊടുത്തു കഴിഞ്ഞു. ആഴ്ചയിലെ 2-4 ദിവസങ്ങളിൽ ഭക്ഷണം നൽകേണ്ടത്. ഇന്നലെ വ്യാഴാഴ്ച ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് ഗുരുവായൂരിലൊരു പുരാതന തറവാട്ടിലൂടെ എന്ന ഇഴുവപ്പാടി പത്മിനിയമ്മയുടെ സ്മരണാർത്ഥം അവർ മരിച്ച് 15 ദിവസം കഴിഞ്ഞതിൻ്റെ ഭാഗമായി അവരുടെ മകൻ ജഗദീഷ് ഉണ്ട്, മകള് രാധിക ഉണ്ട്, മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് ചെയ്യുന്ന അന്നദാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയുടെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നവരായിരുന്നു പത്മിനിയമ്മ. അവരുടെ സ്മരണാർത്ഥം ഒരു മിനിറ്റ് നമുക്ക് മൗനം ആചരിച്ച് യോഗ ആചരിച്ചു. ഈ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതിൻ്റെ വസ്ത്രദാനത്തിൻ്റെ കൺവീനർ മുരളി അകമ്പടി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടം ആശാനാണ് അദ്ദേഹത്തെ സ്നേഹത്തോട് വിളിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ആരാധനായി രവിയേട്ടൻ പറഞ്ഞ മാതിരി ഗുരുവായൂർ ചേംബർ കൊമേഴ്സിൻ്റെ വിശക്കുന്ന പറഞ്ഞൊരു പൊതിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി എല്ലാ വ്യാഴാഴ്ചകളിലും, വ്യാഴാഴ്ച മാത്രമല്ല ഒരാഴ്ചയിൽ പരമാവധി എല്ലാ ദിവസങ്ങളും ഇവിടെ മുടങ്ങാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ നടത്തി വരുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണത് നല്ല രീതിയിൽ 10 വർഷത്തിൽ മീതിയാവാനാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വിഷുവൊക്കെ കഴിഞ്ഞു. വിഷുവിനൊക്കെ നല്ല ഗംഭീരമായിട്ട് നമ്മൾ 500 ആൾക്ക് സദ്യ കൊടുത്തു. എന്തായാലും ഇന്ന് സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് നമ്മളെ ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ രവി ചങ്കത്ത് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും കൊണ്ട് രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ മുരളീധര കൈമളാണ്. അദ്ദേഹം ഇതിൻ്റെ കൺവീനറാണ്. അതുമാതിരി കറക്റ്റ് ടൈമിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ശ്രീ മുരളിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചന്ദ്രേട്ടൻ തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർഡ് ചെയ്തു വന്ന് നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ചന്ദ്രേട്ടനെ വളരെ സന്തോഷത്തോടെ ചന്ദ്രേട്ടൻ്റെ വൈഫ് ചേച്ചി ഇവിടെ വന്നിട്ട് ഇവരായിട്ടൊരു ചെറിയ റിലേഷൻ കൂടിയുണ്ട്. എന്തായാലും ആ ചേച്ചി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചേച്ചീനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുമാതിരി ജയനുണ്ട് നമ്മുടെ കൂടെ. ജയൻ നമ്മുടെ കറക്റ്റ് ടൈമിന്, മാമനുണ്ട് കറക്റ്റ് ടൈമിന് ഇവിടെ എത്തും. പ്രേംജി ഗുരുവായൂർ ദിനവാർത്ത, യൂട്യൂബ് ചാനൽ, മീഡിയ സെൻറ്റർ എന്നീ പുറം ലോകങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കറക്റ്റായിട്ട് ആ ചാനലൊക്കെ പിടിച്ചിട്ട് അത് എത്തിക്കുന്ന പ്രേംജി ഗുരുവായൂരിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഇവിടെ വന്ന് ഇന്നത് സ്വീകരിക്കാൻ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ശ്രീ രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ ഇത്തരത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നാണ്. ഒരു പൊതിച്ചോറിന് 60 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊതിച്ചോറുകൾ വ്യാഴാഴ്ചകളിൽ സ്പോൺസർ ചെയ്യാം. മറ്റ് ദിവസങ്ങളിൽ മിനിമം 100 പേർക്കാണ് അത് സ്പോൺസർ ചെയ്യേണ്ടത്. പായസമടക്കമാണെങ്കിൽ 8000 രൂപ വരും. അപ്പോൾ നിങ്ങളെ അവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ യോഗോദ്ഘാടനത്തിൽ നേരത്തെ മുരളി പറഞ്ഞതുപോലെ ഇത്തരമൊരു പ്രസ്ഥാനത്തിന് നെടുനായകത്വം വരിച്ച എല്ലാ പരിപാടികൾക്കും പങ്കെടുത്ത് അതിന് നൽകുന്ന ആരാധനായ മുരളീധര കൈമള അദ്ദേഹത്തിന് നേരത്തെ കുറിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രിയപ്പെട്ട രവി, മുരളി, ചന്ദ്രേട്ടൻ, ജയൻ, പ്രേംജി ഗുരുവായൂർ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഭക്ഷണം സ്വീകരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ മാതിരി ഇഴുവപ്പാടി പത്മിനിയമ്മയുടെ ചർമ്മത്തിനോടനുബന്ധിച്ചിട്ടാണ് ഇനി പരിപാടി ഇവിടെ നടത്തുന്നത്. ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അവർ ഗുരുവായൂർ മഹിളാ സമാജത്തിലും കസ്തൂർബ ബാല്യാവസാനം മുതലായ സംഘടനകളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്നു വളരെ കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇടയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ്. മഹിളാ സമാജത്തിൻ്റെ ലേഡീസ് ഹോസ്റ്റൽ പണിയുന്ന സമയത്ത് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഈവൻ സാമ്പത്തിക സഹായം അടക്കം നൽകിക്കൊണ്ട് കൃത്യമായ നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. കൂടാതെ ഗുരുവായൂർ സാമൂഹ്യ സേവന രംഗങ്ങളിലും വനിതകളുടെ ക്ഷേമത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വത്തിനുടമയാണ്. എന്തായാലും അവർ മരിച്ച് നമുക്ക് അനുശോചനം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ അനുശോചനം രേഖപ്പെടുത്താൻ ഞാൻ ഉപയോഗിക്കുകയാണ്. അവരുടെ ആത്മാവിനെ നിശാന്തി ചേർന്നുകൊണ്ട് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഞാനിത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു.
സേവനത്തിന് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും ഇപ്പോൾ തന്നെ മുന്നോട്ട് വരൂ. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9446514148, 9961610486, 9846064770, 9846193438. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.